ശ്രീ രഞ്ജിത്ത് കാർത്തികേയൻ, ഈ മുൻവർഷങ്ങളിൽ എന്ന പോലെ ഹൽവ പാചകം ചെയ്താണ് ബജറ്റിൻ്റെ അന്തിമ നടപടിക്രമങ്ങൾക്ക് ഇത്തവണയും തുടക്കമായത്. അപ്പോൾ എല്ലാവരും അതിൻ്റെ അണിയറ പ്രവർത്തകരെല്ലാം ഒരേയിടത്ത് ഒരുമിച്ചിരിക്കുകയാണ്. അവരൊക്കെ ഇന്ന് ഈ ബജറ്റ് വന്ന ശേഷം മാത്രമേ പുറത്തേക്ക് പോകൂ. അപ്പോൾ ഒരു ഹൽവ മധുരം നമുക്ക് ബജറ്റിലും പ്രതീക്ഷിക്കാം. അല്ല, സെർട്ടൻലി ഇത് നേരത്തെ ഇവിടെ ചർച്ച ചെയ്തപോലെ ഇതൊരു കണ്ടിന്യൂറ്റി ഉണ്ടാകുന്ന ബഡ്ജറ്റ് തന്നെ ആയിരിക്കും. കണ്ടിന്യൂറ്റി എന്ന് പറയുമ്പോൾ ഇൻഫ്രാ പുഷ്, ഇതൊരു വളരെ ശക്തമായ രീതിയിൽ ഇൻഫ്രാസ്ട്രക്ചർ ഡെവലപ്മെൻ്റ് ആയിരുന്നു ഈ കഴിഞ്ഞ 10 വർഷത്തെ ഒരു ഫോക്കസ് ഏരിയ. വികസിത് ഭാരത് വരണമെങ്കിൽ ഡെഫിനറ്റായിട്ട് നമുക്ക് അതിനുള്ള ഇൻഫ്രാസ്ട്രക്ചർ വേണം. ആ ഇൻഫ്രാസ്ട്രക്ചറിന് വേണ്ടിയിട്ട് വളരെ ശക്തമായ ഒരു എഫേർട്സ് ഈ കഴിഞ്ഞ ഒരു ഡെക്കേഡിൽ നടന്നിട്ടുണ്ട്. അതിനാണ് നേരത്തെ പറഞ്ഞ 1,11,111 കോടി രൂപയുടെ ഒരു അലോക്കേഷൻ ഇൻ്ററിം ബഡ്ജറ്റിൽ വന്നത്. എന്തുകൊണ്ടാണ് ഇൻഫ്രാസ്ട്രക്ചർ വേണം എന്ന് പറയുന്നതിൻ്റെ കാരണം, നമ്മൾ നേരത്തെ ആദ്യം സംസാരിക്കേണ്ടായി, ഈ കിസാൻ സമ്മാൻ നമുക്ക് കൊടുക്കേണ്ടി വരുന്നു. ആക്ച്വലി ഞാൻ പറയുന്നത് ഒരു കിസാൻ സമ്മാൻ കൊടുക്കേണ്ടി വരുന്നത് ഒരു ശരിയായ കാര്യമാണോ എന്ന് തന്നെ നമ്മൾ ചിന്തിക്കേണ്ട ഒരു ഇതാണ്. ഈ ഇത്രയും വർഷമായി നമ്മൾ ഒരു ഇൻഡിപെൻഡൻസിന് ശേഷം അഗ്രേറിയൻ എക്കോണമിയാണെന്ന് സെലിബ്രേറ്റ് ചെയ്ത ഒരു നേഷൻ ഇന്നും കർഷകർ വളരെ മോശപ്പെട്ട ഒരു അവസ്ഥയിലാണ് എന്നുള്ളതിൻ്റെ ഒരു ഉദാഹരണമാണ് നമുക്ക് ഈ 6,000 രൂപ 6,000 റുപ്പീസ് എന്ന് പറഞ്ഞാൽ 500 രൂപ പെർ മന്ത് കൊടുക്കേണ്ടി വരുന്ന ഒരവസ്ഥ ആക്ച്വലി ഡിഫിക്കൾട്ടാണ്, അല്ലെങ്കിൽ അതൊരു വിഷമം പിടിക്കുന്നൊരു കാര്യമാണ്. കർഷകരെ പറ്റിയൊക്കെ നമ്മൾ ഒരുപാട് കാര്യങ്ങൾ പറയും. കർഷകർ അവരാണ് നമ്മുടെ നിത്യമുള്ള ആഹാരത്തിന് ടേബിൾ ഫ്രം ടു ഫോർക്ക് എന്നൊക്കെ പറയുന്ന ഒരുപാട് കാര്യങ്ങൾ പറയുന്നുണ്ടെങ്കിലും ഇതിൻ്റെ ഒരു മേജർ റീസൺ ഇൻഫ്രാസ്ട്രക്ചർ ഇല്ല എന്നുള്ളത് തന്നെയാണ്. അതായത് നമ്മൾ പലപ്പോഴും ഇത് കാണുന്നുണ്ട്, ഉള്ളി അതിൻ്റെ വിളവെടുക്കുന്ന സമയത്ത് വില കുറയുകയും അല്ലെങ്കിൽ ഉരുളക്കിഴങ്ങ് വില കുറയുകയും ടൊമാറ്റോ വില കുറയുകയൊക്കെ ചെയ്യും. പക്ഷേ അതിൻ്റെ വില ആ സീസൺ അല്ലാത്ത സമയത്ത് വളരെ ഹൈ ആയിട്ട് പോകുന്നു. എന്തുകൊണ്ടത് സംഭവിക്കുന്നു എന്നുള്ളതാണ് ഈ ഇൻഫ്രയുടെ ഒരു ഇമ്പോർട്ടൻസ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. അപ്പോൾ അതിനകത്ത് വെയർ ഹൗസിങ്, ആ വെയർ ഹൗസിങ് കഴിഞ്ഞാൽ അതിന് ട്രാൻസ്പോർട്ടേഷൻ കഴിഞ്ഞാൽ പ്രോസസ്സിങ്, ഇങ്ങനെയുള്ള കാര്യങ്ങൾക്ക് നമ്മളൊരു ഇക്കോസിസ്റ്റം ഡെവലപ്പ് ചെയ്തിട്ടില്ല എങ്കിൽ ഈ 6,000 രൂപയുടെ ഒരു കിസാൻ സമ്മാൻ കാലാകാലങ്ങളിൽ നമ്മൾ പറഞ്ഞ് അതൊരു വോട്ട് ബാങ്ക് പൊളിറ്റിക്സ് ആക്കി. ഒരുപക്ഷെ എനിക്ക് തോന്നുന്നത് ഈ കഴിഞ്ഞ ഒരു ഇൻ്ററിം ബഡ്ജറ്റിൽ 2019 പ്രഖ്യാപിച്ചതുപോലെ ഒരു ഡോൾ ഔട്ട് പ്രഖ്യാപിച്ചില്ല എന്നുള്ളത് ഒരുപക്ഷെ ഈ 400 പാർ പറ്റിയിട്ടില്ല എന്ന് വരെ നമുക്ക് വേണമെങ്കിൽ അനലൈസ് ചെയ്യാം. കാരണം പലരും പ്രതീക്ഷിച്ചിരുന്നു എന്തെങ്കിലും ഒരു ഡോൾ ഔട്ട്സ് ഉണ്ടാവും. ആ ഡോൾ ഔട്ട് ഉണ്ടായിട്ടില്ല. അപ്പോൾ നമുക്ക് ഇന്ന് ഒരു സോഷ്യൽ വെൽഫെയറിൻ്റെയോ അല്ലെങ്കിൽ മൻരേഗ എത്രയുണ്ടെന്നൊക്കെ പറയുന്ന രീതിയിലേക്ക് നോക്കേണ്ടി വരുന്നൊരു സിറ്റുവേഷനിലേക്ക് നമ്മൾ ഉണ്ടായത് നമ്മുടെ ഇൻഫ്രാസ്ട്രക്ചറിനകത്തുള്ള ഇൻവെസ്റ്റ്മെൻറ്റ് കഴിഞ്ഞ കുറേ കാലമായി നമ്മൾ ചെയ്തിട്ടില്ല എന്നുള്ളതാണ്. ആ ഫോക്കസ് വന്നിട്ടുണ്ട്. അത് കംപ്ലീറ്റ് ആയിട്ട് എനിക്ക് തോന്നുന്നത് ഒരു എക്സ്ട്രാ പുഷ്, നേരത്തെ പോലെ വിഭവ സമാഹരണത്തിലൊരു 1,00,000 കോടിയോളം രൂപ RBIയുടെ ഡിവിഡൻ്റായിട്ട് അധികമായിട്ട് ബഡ്ജറ്റിൽ പ്രതീക്ഷിച്ചതിനേക്കാൾ കൂടുതൽ കിട്ടി, ഒരു ബൊണാൻസയായി. അതുപോലെ തന്നെ ഡിസ്ഇൻവെസ്റ്റ്മെൻറ്റിലേക്കും ഈ പറയുന്ന ഒരു 50,000 അല്ലെങ്കിൽ 50 lakh crore ബഡ്ജറ്റ് നമ്മൾ അവതരിപ്പിക്കുമ്പോൾ കൂടുതൽ വിഭവം സമാഹരിക്കാനായിട്ട്, ഇപ്പം ഒരു എക്സാമ്പിൾ പറയുകയാണെങ്കിൽ LICയുടെ ഷെയർസ് ലിസ്റ്റ് ചെയ്തു ആളുകൾക്ക് ഡിവിഡൻഡ്. ഇന്ന് അതുകൊണ്ട് ആ ഒരു വെൽത്ത് ക്രിയേഷൻ, ഒരു അൺലോക്കിംഗ് ഓഫ് വാല്യൂ ഉണ്ടായതുകൊണ്ട് ഇന്ന് അതിൽ സബ്സ്ക്രിപ്ഷൻ ചെയ്ത വളരെ ചെറിയ ഇൻവെസ്റ്റേഴ്സിന് പോലും ഇന്ന് എനിക്ക് തോന്നുന്നു 10-200-300 രൂപയുടെ അധിക വരുമാനം, ഒരു വെൽത്ത് ക്രിയേറ്റ് ചെയ്യാൻ പറ്റിയിട്ടുണ്ട്. ഇത് ഗവൺമെൻറ്റിന് ഇന്നൊരു നല്ല സാഹചര്യമാണ്. ഒരു റോബസ്റ്റായിട്ടുള്ള ഒരു സ്റ്റോക്ക് മാർക്കറ്റ് ആക്ടിവിറ്റീസ് നടക്കുന്നു, ഇൻവെസ്റ്റ്മെൻറ്റ്സ് അതിലോട്ട് വരുന്നുണ്ട്. അപ്പോൾ എങ്ങനെയുള്ളൊരു സാഹചര്യത്തിൽ ഒരു ഡിസ്ഇൻവെസ്റ്റ്മെൻറ്റിൽ കൂടെ പോലും ഒരു പക്ഷേ ഈ ഡിസ്ഇൻവെസ്റ്റ്മെൻറ്റും പ്രൈവറ്റൈസേഷൻ ഡിഫറെൻ്റാണ്. ഒരു പ്രൈവറ്റ് ആളുകൾ പറയുന്നതിൽ പ്രൈവറ്റായിട്ട് വിറ്റുതുലച്ചു എന്നൊക്കെ പറയുന്ന തലക്കെട്ട് വാചകങ്ങളൊന്നും അല്ല. ആക്ച്വലി ഇത് ഞാനും കൂടെ ഉള്ള സർക്കാരാണ് എന്ന് നമ്മൾ വിശ്വസിക്കുകയാണെങ്കിൽ, ഡെമോക്രസിയിലാണല്ലോ പറയുന്നത്, ഫോർ ദ പീപ്പിൾ ബൈ ദ പീപ്പിൾ. അപ്പം ഞാൻ അതിനകത്ത് പാർട്ടിസിപ്പേറ്റ് ചെയ്യുകയാണെങ്കിൽ ഒരു PSUവിൽ എന്തുകൊണ്ട് എൻ്റെ പാർട്ടിസിപ്പേഷൻ പാടില്ല?
അപ്പോൾ ഡെഫിനറ്റായിട്ടും അങ്ങനെയുള്ള വിഭവസമാഹരണം നടത്തി അത് ഇൻഫ്രയിലേക്കും അഗ്രികൾച്ചറിലേക്കും എസ്പെഷ്യലി ഡിജിറ്റൽ ഇൻഫ്രാസ്ട്രക്ചറിലേക്കും മറ്റുമൊക്കെയുള്ള ഒരു ഇൻവെസ്റ്റ്മെൻറ്റ് ഉണ്ടെങ്കിൽ മാത്രമല്ല ഇന്ന് ഏറ്റവും വലിയൊരു ഡിഫിക്കൽട്ടി നമ്മൾ ഇന്ന് ഈ എക്കണോമിക് സർവേയിൽ ഞാൻ കണ്ടത് 35 വയസ്സിന് താഴെയുള്ള ആളുകളാണ് നമ്മുടെ ഒരു മേജർ 65% പോപ്പുലേഷൻ എന്ന് പറയുന്നത്. ഒരു യങ് എക്കോണമിയാണ്, യങ് ഡെമോക്രസിയാണ്. ഇതിനകത്ത് 51.25% ആളുകളെ എംപ്ലോയബിൾ ആയിട്ടുള്ളൂ എന്നാണുള്ള കണ്ടുപിടുത്തം. അപ്പം 2 പേരിൽ ഒരാൾക്ക് എംപ്ലോയബിൾ അല്ല. അപ്പോൾ ഇത് വലിയൊരു എന്താ പറയുന്ന ഒരു ഷോക്കിംഗ് ഒരു കാര്യമാണ്. അതിന് സ്കിൽ ഡെവലപ്മെൻറ്റും അങ്ങനെയുള്ള കാര്യങ്ങൾ, കാരണം ഈ NDA സർക്കാർ വന്ന കാലം മുതലേ സ്കിൽ ഇന്ത്യ എന്നും മറ്റുമൊക്കെ പറയുന്നുള്ള ഒരുപാട് എഫേർട്സ് ആ ഏരിയയിൽ വന്നിട്ടുണ്ട്. ഇന്ന് കേരളം കാണുന്നത് നമ്മളെല്ലാവരും A+ വാങ്ങിച്ച് ജയിച്ച് ഒരു വൈറ്റ് കോളർ ജോബ് മാത്രം ആഗ്രഹിക്കുന്ന ഒരു സമൂഹമാണ്. ഇന്ന് നമ്മൾക്ക് മൈഗ്രൻ്റ് ആയിട്ടുള്ള പോപ്പുലേഷൻ വന്നാൽ മാത്രമേ ഇവിടുത്തെ ഒരു ബ്ലൂ കോളർ ജോബ് ചെയ്യാനൊക്കുള്ളൂ. അതേതാണ്ട് ശരിയല്ല എന്ന് വിശ്വസിക്കുന്നതാണ്. അപ്പം എഡ്യൂക്കേഷൻ്റെ റീഡെഫിനിഷൻ നടക്കണം. ആ കാര്യങ്ങളിലേക്ക് കൂടുതൽ ശ്രദ്ധ പതിപ്പിക്കണം. ഇത് വർക്കിംഗ് ക്ലാസ് എന്നൊക്കെ ഇന്ന് പേപ്പറിൽ മാത്രമേ ഉള്ളൂ. നമ്മൾ നോൺ വർക്കിംഗ് ക്ലാസ് ആയിട്ടുള്ള ഒരു സമൂഹമായി മാറി കേരളത്തിനെ സംബന്ധിച്ചിടത്തോളം. അപ്പോൾ ആ ഏരിയസിലൊക്കെ വലിയ തോതിലുള്ള ഇൻ്റർവെൻഷൻ നടത്താനുള്ള ഒരു എഫേർട്ട് കണ്ടിന്യൂ ചെയ്യണം. ഒരുപാട് കണ്ടിന്യൂ ചെയ്തിട്ടുണ്ട്. ഈ കൗശൽ വികാസ് യോജന, സ്കിൽ ഇന്ത്യ എന്നൊക്കെ പറയുന്ന ഒരുപാട് ഡെവലപ്മെൻറ്റ് പ്രോസസ്സ് വന്നിട്ടുണ്ട്. പക്ഷേ അത് കുറേ കൂടെ പെർക്കുലേറ്റ് ചെയ്യണം. അതിൻ്റെ ഒരു കണ്ടിന്യൂറ്റി ആയിരിക്കും. ഞാനൊരു ഷോക്ക് പ്രതീക്ഷിക്കുന്നില്ല, അല്ലെങ്കിൽ ഒരു സർപ്രൈസ് ഈ ബഡ്ജറ്റിൽ നിന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നില്ല. ഒറ്റ കാര്യം സർ, ഈ വൈറ്റ് കോളർ ബ്ലൂ കോളർ ജോബുകളുടെ കാര്യം പറഞ്ഞപ്പോഴാണ് നമ്മൾ ഈ സ്കിൽ ഡെവലപ്മെൻറ്റ് അത്യാവശ്യമാണ്. പക്ഷേ അതിനിടയിൽ ജോലി ചെയ്യുന്ന കുറച്ച് പേരുണ്ട്. സ്വിഗ്ഗി, സൊമാറ്റോ പോലെ. അപ്പോൾ തന്നെ ഹൈപ്പർ ലോക്കൽ ഡെലിവറികൾ, ഇപ്പോൾ ജൊമാറ്റോയിലൊക്കെ ഹൈപ്പർ ലോക്കൽ ഡെലിവറികളാണ്. അങ്ങനെ ചെയ്യുന്ന ഗിഗ് തൊഴിലാളികൾ, അവർക്ക് വേണ്ടിയിട്ട് ഒരു സംവിധാനം എന്ന് വെച്ചാൽ അവരൊരു പക്ഷേ ഒരു പരിരക്ഷ ഒന്നും അങ്ങനെ ഏർപ്പെടുത്തിയിട്ടില്ല. റാൻഡമായ ചോദ്യമാണ്. അങ്ങനെ അല്ലല്ല, അത് വളരെ വലിയ റെലവൻറ്റ് ചോദ്യമാണ്. ഞാൻ അതിനെപ്പറ്റി വളരെ ശക്തമായി വാദിക്കുന്ന ഒരാളാണ്. ഈ ഗിഗ് എക്കോണമി അല്ലെങ്കിൽ ഗിഗ് തൊഴിലാളികൾ എന്ന് പറയുന്നത് ഒരു ടെമ്പററി വർക്ക്. ഗിഗ് എന്ന് പറഞ്ഞാൽ തന്നെ ടെമ്പററിയാണ്. ഇത് സാധാരണഗതിയിൽ ഇപ്പോൾ നമ്മുടെ ഫിനാൻസ് മിനിസ്റ്റർ പോലും മക്ഡൊണാൾഡ്സിലോ മറ്റോ ജോലി ചെയ്തിരുന്ന ഒരു US പഠിക്കാൻ പോയപ്പോഴെന്ന് പറഞ്ഞു. അപ്പോൾ ഇതൊരു സപ്ലിമെന്ററി ഇൻകം, പകുതി പഠിക്കുക എന്ന് വെച്ചാൽ പാർട്ട് ടൈം. അപ്പോൾ ഇതൊരു നമുക്ക് പഠനത്തിൻ്റെ കൂടെ ചെയ്യാനൊക്കുന്ന ഒരു ചെറിയ ജോലി, ഒരു സപ്പോർട്ട് സിസ്റ്റമാണ്, ഒരു എക്കണോമിക് സപ്പോർട്ട് സിസ്റ്റത്തിന് വേണ്ടിയിട്ടാണ്. ഇതിനു വേണ്ടി യൂണിയനൈസ് ചെയ്യുക, അതിനു വേണ്ടിയുള്ള പരിരക്ഷ, ജനറൽ പരിരക്ഷ എന്തായാലും ഇതിനകത്തുണ്ട്. ഇത് ടെമ്പററിയാണ്. ഇന്ന് നമ്മൾ കാണുന്ന ഏറ്റവും വലിയ അനദർ പ്രോബ്ലം എന്ന് പറയുന്നത് ഇതൊരു തൊഴിലായിട്ട് മാറി. 18,000 മുതൽ 20,000, 24,000 രൂപ വരെ ഒരു ഗിഗ് വർക്കറിന് കിട്ടും എന്നാണ് ഇന്നത്തെ ഒരു ഫുൾ ടൈമർ. അതായത് റൈഡ് ഹെയിലിംഗ് ആപ്പ് ആണെങ്കിലും ഫുഡ് ഡെലിവറി ആപ്പ് ആണെങ്കിലും ഒക്കെ. പക്ഷേ ഇതൊരു 30-35 വയസ്സ് കഴിയുമ്പോഴത്തേക്ക് ഇവരുടെ ആ ഒരു എക്സൈറ്റ്മെൻറ്റും പോവും. എംപ്ലോയറിനും ഇങ്ങനെയുള്ള ആളുകൾ വേണ്ട ഒരു ലെവലിലുള്ള. അപ്പോൾ എന്ത് പറ്റി, ഇവർ സ്കില്ലില്ലാതെ ഒരു ജോബ്ലെസ് ആയിട്ട് മാറുന്ന ഒരു സമയം ഉണ്ടാകും. അപ്പം നൈപുണ്യ വികസനം വേണം. അത് ഒരു ഗിഗ് എക്കോണമിയിൽ ഗിഗ് ചെയ്യേണ്ടെന്നൊന്നും ഞാൻ പറയുന്നില്ല. പക്ഷേ അത് ഒരു ടെമ്പററി ആണെന്നോ അത് സപ്ലിമെൻ്ററി ഇൻകത്തിന് വേണ്ടി മാത്രമുള്ളതാണെന്ന് മനസ്സിലാക്കി അതിനെ യൂണിയനൈസ് ചെയ്ത് നമ്മൾ പരിരക്ഷയും അതിന് വേണ്ടിയിട്ടുള്ള സമരങ്ങളും ഒക്കെ നോക്കാതെ ഈ ചെറുപ്പക്കാർ അതിൻ്റെ ഒരു ഡേഞ്ചർ മനസ്സിലാക്കി പ്രവർത്തിക്കണമെന്നുള്ളൊരു വളരെ സ്ട്രോങ് ആയിട്ട് എനിക്ക് തോന്നി. അതിൽ ചോദിച്ചത് വളരെ നന്നായി. വളരെ സ്ട്രോങ് ആയിട്ട് അഡ്വക്കേറ്റ് ചെയ്യുന്ന ഒരാളാണ് ഞാൻ. അതിന് വേണ്ട ഒരു പരിരക്ഷ എന്ന് പറഞ്ഞാൽ അതിൻ്റെ ഇൻഷുറൻസോ അങ്ങനെയുള്ള കാര്യങ്ങളോ ഒക്കെ വേണം. പക്ഷെ അതൊരു തൊഴിലുറപ്പായിട്ട് എനിക്ക് ഒരിക്കലും കാണരുത് എന്നുള്ളതാണ്. പക്ഷേ ആ 2 കാര്യങ്ങളിൽ രഞ്ജിത്ത് എനിക്ക് അഭിപ്രായ വ്യത്യാസമുണ്ട്. ഒന്ന്, നമ്മുടെ ഇപ്പം PM കിസാൻ പോലത്തെ വെൽഫെയർ സ്കീംസ് ഇല്ലേ, ജനക്ഷേമകരമായ പദ്ധതികൾ, ക്യാഷ് ട്രാൻസ്ഫറും വികസ്വര രാഷ്ട്രമായിട്ട് നിൽക്കുന്നിടത്തോളം കാലം, അതായത് അതുകൊണ്ടാണല്ലോ വികസിത ഭാരതം എന്ന് പറയുമ്പോൾ അഡ്വാൻസ് ഇക്കോണമീസ്, ഇപ്പോൾ അമേരിക്ക, ബ്രിട്ടൻ അല്ലെങ്കിൽ ജർമ്മനി, ജപ്പാൻ എന്നുള്ള സ്ഥലത്തിലൊക്കെയുള്ള ആളോഹരി വരുമാനം നമുക്ക് കൈവരിക്കുവാൻ സാധിച്ചിട്ടില്ല. അത്രയ്ക്കും ആളോഹരി വരുമാനം വന്നാലേ വികസിത രാജ്യം എന്നുള്ള ഒരു സ്ഥാനത്തേക്ക് നമുക്ക് ഉയരുവാൻ സാധിക്കുകയുള്ളൂ. വികസിച്ച് വരുന്ന രാജ്യങ്ങളിൽ എസ്പെഷ്യലി നമ്മുടെ ഇപ്പം ഫാർമേഴ്സിൻ്റെ 500 രൂപ പോലും
നബാർഡിൻ്റെ ഒരു സർവേ ഉണ്ടായിരുന്നു. ഈ മന്ത്ലി ഇൻകം ഓഫ് ഫാർമേഴ്സിൻ്റെ ഒരു സർവേ നടത്തിയപ്പോൾ 5000 രൂപ വരെ മന്ത്ലി, 5000 രൂപ 5500 രൂപ മന്ത്ലി ഇൻകമുള്ള ഫാമിലീസാണ്. കുടുംബത്തിന് 5000, 5500 രൂപ, 6000 രൂപ വരുമാനം വരിക എന്ന് വെച്ചാൽ ടെമ്പററി ആയിട്ട് തീർച്ചയായിട്ടും, അതായത് വികസിത രാജ്യം ആകുന്നത് വരെ വികസ്വര രാജ്യമായിട്ട് പുരോഗമിക്കുന്ന ആ കാലഘട്ടത്തിൽ തീർച്ചയായിട്ടും ഇതേപോലത്തെ വെൽഫെയർ സ്കീംസിന് സ്ഥാനമുണ്ട്. അത് ജനങ്ങളെ സഹായിക്കും എന്നുള്ള ഒരു കാഴ്ചപ്പാടാണ് എനിക്കുള്ളത്. ആത്യന്തികമായി ഇപ്പോൾ ഇൻഫ്രാസ്ട്രക്ചർ ഇൻവെസ്റ്റ്മെൻറ്റ് വന്നു കഴിഞ്ഞാൽ ഇപ്പോൾ ടൊമാറ്റോ, ഓണിയൻ, പൊട്ടറ്റോ എന്നൊക്കെ പറഞ്ഞല്ലോ, അതിലും ഉപഭോഗത്തിൻ്റെ പാറ്റേൺസ് ഉണ്ട്. ഇപ്പം തീർച്ചയായിട്ടും നമുക്ക് ഇൻഫ്രാസ്ട്രക്ചറിൽ ഈ 3 കാര്യങ്ങൾ ടോപ്പ് എന്ന് പറയുമല്ലോ, ടൊമാറ്റോ, ഓണിയൻ, പൊട്ടറ്റോ എടുത്തു കഴിഞ്ഞാൽ നമുക്ക് സൂക്ഷിച്ച് ഒരു കോൾഡ് സ്റ്റോറേജിൽ വെച്ച് ഉപയോഗിക്കാൻ പറ്റുന്ന സാധനം അതിൽ പൊട്ടറ്റോ മാത്രമേ ഉള്ളൂ. ടൊമാറ്റോ കോൾഡ് സ്റ്റോറേജിൽ വെക്കാനേ പറ്റില്ല. എയറേഷൻ കൊടുത്ത് വെച്ച് കഴിഞ്ഞാൽ, കാരണം ഞാൻ ഈ മേഖലയിൽ കുറച്ച് SBIയുടെ കാർഷിക മേഖലയിൽ പ്രവർത്തിച്ചുകൊണ്ട് എയറേഷൻ കൊടുത്ത് സ്റ്റോർ ചെയ്യുകയാണെങ്കിൽ നമ്മുടെ ഒണിയൻ 6 മാസം 8 മാസം വരെ പരമാവധി സൂക്ഷിക്കാം. ടൊമാറ്റോ അത്രയും പോലും പറ്റില്ല. അതേസമയം ഡ്രൈഡ് ഓണിയൻ, ഇനി വിദേശത്തേക്ക് ഡ്രൈഡ് ഓണിയൻ പ്രോസസ്സ് ചെയ്ത് കയറ്റുമതി ചെയ്യുന്നവരുണ്ട്. അവരെന്ത് ചെയ്യും, ഈ ഡ്രൈഡ് ഓണിയനെ വെള്ളത്തിലിട്ട് കഴിഞ്ഞാൽ വീണ്ടും സാധാരണ ഓണിയൻ പോലെയാവും. പക്ഷെ നമ്മുടെ ഉപഭോഗ സംസ്കാരം അതിനനുയോജ്യമല്ല. പറഞ്ഞു വന്നത്, ഈ ഇൻഫ്രാസ്ട്രക്ചർ പുഷ് നമ്മൾ കൊടുക്കണം. പക്ഷേ ഇൻഫ്രാസ്ട്രക്ചർ പുഷ് കൊടുത്ത് അതിൻ്റെ ബെനിഫിറ്റ് വരുന്നത് വരെ ക്യാഷ് സപ്പോർട്ടിൻ്റെ കാര്യം വേണ്ടിവരും. രണ്ടാമത്തത്, ഇതൊരു കാഴ്ചപ്പാടിലുള്ള വ്യത്യാസം കൊണ്ട് പറയുന്നതാണ്. രണ്ടാമത്തത്, ഇപ്പോൾ ഗിഗ് വർക്കേഴ്സ് എന്ന് പറയുന്നില്ലേ, അവരെ പാർട്ട്നേഴ്സായിട്ടാണ് കണക്കാക്കുന്നത്, അവരെ വർക്കേഴ്സായിട്ട് പോലും കണക്കാക്കുന്നില്ല. എനിക്ക് തോന്നുന്നത് സാമൂഹ്യ പരിരക്ഷ അല്ലെങ്കിൽ എന്തെങ്കിലും രീതിയിലുള്ള ഒരു സപ്പോർട്ട് ഈ ഗിഗ് വർക്കേഴ്സിന് തീർച്ചയായിട്ടും നിയമം കൊണ്ട് ഒരു പരിരക്ഷ കൊടുക്കണം. കാരണം ഇപ്പോൾ അവരെ വർക്കേഴ്സായിട്ട് പോലും കണക്കാക്കുന്നില്ല. എനിക്ക് തോന്നുന്നത് EPFO പ്രൊട്ടക്ഷൻ പോലും, എംപ്ലോയ്മെൻറ്റ് പ്രോവിഡൻറ്റ് ഫണ്ട് എന്ന് പറയുന്നത് 15000 രൂപ വരെ വരുമാനമുള്ള ആൾക്കാർക്ക് നിർബന്ധമായിട്ടും 20 പേരെ ജോലി എടുപ്പിക്കുന്ന സ്ഥാപനമാണെങ്കിൽ അവർക്കെല്ലാം പ്രോവിഡൻറ്റ് ഫണ്ട് ഡിഡക്ഷനും പ്രോവിഡൻറ്റ് ഫണ്ട് കോൺട്രിബ്യൂഷനും കൊടുക്കണം എന്നുള്ളതാണ്. ആ പരിരക്ഷ പോലും ഇല്ലാതെ പ്രവർത്തിക്കുന്ന തൊഴിലായിട്ട് അവിടെയാണ് ആ ഒരു ഡിഫറൻസ് ഓഫ് ഒപ്പീനിയൻ. മനസ്സിലായി. ഒരു എംപ്ലോയ്മെൻ്റ് ആണോ, അതായത് ഗിഗിൻ്റെ ഒരു ഇൻകം ടാക്സ് ഫയലിംഗ് പോലും അവരൊരു സെൽഫ് എംപ്ലോയിഡ് ആയിട്ടാണ് ഫയൽ ചെയ്യുന്നത്. അതായത് അവരുടെ വാഹനം ഓടിക്കുന്നു, അതിൻ്റെ പെട്രോൾ ഓടിക്കുന്നു, അവർ ചെയ്യുന്ന ഒരു പ്രവൃത്തിക്ക് കിട്ടുന്ന ഒരു കമ്മീഷനോ ഒരു ഫീസോ ആയിട്ടാണ് ഇതിനെ കാണുന്നത്. അപ്പോൾ അവിടെ ഇതൊരു എംപ്ലോയ്മെൻ്റ് ആയിട്ട് കാണുകയാണെങ്കിൽ ദെൻ ഇതിൻ്റെ ടോട്ടൽ സിനാരിയോ മാറി. അപ്പോൾ ഈ പറയുന്ന കോസ്റ്റ് ഓഫ് ഡെലിവറി മാറി. അപ്പോൾ അവിടെ ഒരു യൂണിയനൈസേഷനോ അല്ലെങ്കിൽ ഈ പറയുന്ന ഈ PFൻ്റെ ESIയിലെയോ കാര്യങ്ങളോ വരുന്നത് ഈ ഒരു യുവത്വത്തിനെ നമ്മൾ മാറ്റി നിർത്തുന്ന ഒരു ലെവലിലേക്ക് പോകും. അവരുടെ ഒരു പെർഫോമൻസ് ഈ 30-35 വയസ്സ് കഴിയുമ്പോൾ ഈ മേഖലയിൽ ആവശ്യമില്ലാതെ വരും. പണ്ട് നമ്മൾ ഈ മെഡിക്കൽ ട്രാൻസ്ക്രിപ്ഷനും അല്ലെങ്കിൽ വോയിസിൽ ഉണ്ടായിട്ടുള്ള അതൊരു കാലഘട്ടം കഴിയുമ്പോഴത്തേക്ക് ഇവരുടെ ഒരു ഡെലിവറി അല്ലെങ്കിൽ പ്രൊഡക്ടിവിറ്റി കുറയും. യുവത്വത്തെ നമ്മൾ ഉപയോഗപ്പെടുത്തുന്നില്ല. കറക്റ്റ്. അപ്പോൾ അവിടെ സ്കില്ലിങ്ങിലേക്ക് പോകണം. ഇത് ഒരു ടെമ്പററി ആയിട്ട് തന്നെ വേണം എന്ന് ഞാൻ വെഹമൻ്റായിട്ട് ചെയ്യുന്നു. അതിന് ഒരു PFും ESIയും കൂടെ ഒരു എംപ്ലോയ്മെൻ്റ് ആയിട്ട് നടത്താൻ പാടില്ല എന്ന് എനിക്ക് എൻ്റെ ഏറ്റവും അടുത്ത സുഹൃത്തായ എൻ്റെ ഒരു ജ്യേഷ്ഠ സഹോദരൻ പോലുള്ളൊരു ആളായിട്ടുള്ള അദ്ദേഹത്തിന് അതിനകത്ത് ഒരു വളരെ ശക്തമായ എനിക്കൊരു ഫീലിംഗ് ഉള്ളത്, ഇപ്പോൾ ഇന്ന് ഞാൻ പ്രവർത്തിക്കുന്ന മേഖലയായ അക്കൗണ്ടിങ്, ചാർട്ടേഡ് അക്കൗണ്ടൻ്റായിട്ട് പ്രാക്ടീസ് ചെയ്യുമ്പോൾ ഇന്ന് പണ്ട് ഞാനൊരു പ്രാക്ടീസൊക്കെ തുടങ്ങുന്ന കാലഘട്ടത്തിൽ ഒരുപാട് പേര് വന്ന് ചോദിക്കും, ഞാൻ എൻ്റെ കുട്ടിയെ അവിടെ വിടട്ടെ, എനിക്കൊരു ട്രെയിനിങ് കൊടുക്കാമോ, അപ്പോൾ ഞാൻ ഇവിടെ ഇരിക്കാൻ പോലും സ്ഥലമില്ല. ആ ലെവലിലുള്ള ഇവിടെ നിന്ന് ഇന്ന് അക്കൗണ്ടൻസി ചെയ്യാനായിട്ട് നല്ലൊരു അക്കൗണ്ടൻറ്റിനെ ഒരു ട്രെയിനിങ് കൊടുക്കാനായിട്ട് ആളിനെ കിട്ടുന്നില്ല. അതിൻ്റെ റീസൺ ഇതാണ്. ഇനീഷ്യലി നമ്മൾക്ക് ഒരു ട്രെയിനിങ് ആയിട്ട് കിട്ടുന്ന ഒരു സ്റ്റൈപ്പൻഡോ ഒരു ചെറിയ തുക കമ്പയർ ചെയ്യപ്പെടുന്നത് ഈ പറയുന്ന ഗിഗിൽ 18,000-24,000 രൂപ വരെ കിട്ടുന്ന ഒരു ഓപ്പർച്യൂണിറ്റിയാണ്. പക്ഷേ ഈ ഓപ്പർച്യൂണിറ്റി ഇവർ മനസ്സിലാക്കുന്നില്ല.
ഒരു അക്കൗണ്ടൻ്റായിട്ട് കരിയർ തുടങ്ങുന്നത് ഒരു പക്ഷേ 30-35 വയസ്സിലായിരിക്കാം. ആ ഏരിയയിലുള്ള ഒരു വളരെ വലിയ ഒരു ക്രിട്ടിക്കലി ഇമ്പോർട്ടൻ്റ് ആയിട്ട് നമ്മുടെ ലൈഫിലുള്ള ആ ഒരു ഭാഗം, ഒരു സമയം നമ്മൾ ഈ ഗിഗിലേക്ക് പോകുന്നു. അത് ഒരിക്കലും നമ്മൾ ഒരു അവരെ എൻകറേജ് ചെയ്ത് അവർക്ക് PF-ഉം ESIയും കൊടുത്ത് ഒരു എംപ്ലോയി എന്നുള്ള നിലയിൽ, കാരണം ഇതിനൊരു ലോങ് ടേം ലൈഫ് ഇല്ല. അത് തന്നെയാണ് അതിൻ്റെ ഒരു കാരണം. ശരി. അല്ല, ഒരു വാചകം മാത്രം പറഞ്ഞോട്ടെ. അതായത് ഞാനിപ്പം ഈ ഗിഗ് വർക്കേഴ്സും PM കിസാനെയും കുറിച്ച് പറഞ്ഞത് ഒരു കാഴ്ചപ്പാടിൻ്റെ ഭാഗമായിട്ടാണ്. കാഴ്ചപ്പാട് എന്താണ്? ഏത് സിസ്റ്റം നമ്മൾ കൊണ്ടുവന്നാലും, ഇപ്പോൾ PM ക്യാഷ് ട്രാൻസ്ഫർ അല്ലെങ്കിൽ ഗിഗ് വർക്കേഴ്സ്, ഇവർക്കെല്ലാം എന്തെങ്കിലും രീതിയിലുള്ള ക്ഷേമ ഒരു സേഫ്റ്റി നെറ്റ് നമുക്ക് വേണ്ടി വരും എന്നുള്ള ഒരു കാഴ്ചപ്പാടിൽ നിന്നാണ് ഞാൻ പറഞ്ഞത്. അതായത് ഈ നമ്മുടെ ഈ സമഗ്ര വികസനം എന്ന് പറയുമ്പോൾ ഗിഗ് വർക്കേഴ്സായിട്ട് പോകുന്നവർ പോലും തൊഴിലില്ലാത്തത് കൊണ്ടോ അല്ലെങ്കിൽ വരുമാനം ഇല്ലാത്തത് കൊണ്ടോ ആണ് ഗിഗ് വർക്കേഴ്സായിട്ട് പോകുന്നത്. അപ്പോൾ ആ മേഖലയിൽ വർക്ക് ചെയ്യുമ്പോൾ എന്തെങ്കിലും രീതിയിലുള്ള ഒരു സേഫ്റ്റി നെറ്റ് ഇവർക്ക് ഉണ്ടാവേണ്ടത് സമഗ്ര വികസനത്തിൻ്റെ എല്ലാ മേഖലയിലും പ്രവർത്തിക്കുന്ന ആൾക്കാർക്കൊരു സേഫ്റ്റി നെറ്റോട് കൂടിയിട്ടുള്ള ഒരു കാഴ്ചപ്പാടിൻ്റെ വെളിച്ചത്തിലാണ് ഞാൻ പറഞ്ഞു വന്നത്. കാരണം നമ്മുടെ ഡിസ്കഷൻ ബഡ്ജറ്റിനെ കുറിച്ച് ആയതുകൊണ്ട് അവിടെയാണ് ബഡ്ജറ്റിനെ കുറിച്ച് ഇത് നല്ല ഒരു ചർച്ചയാണ്. കാരണം അടിസ്ഥാന സൗകര്യ മേഖലയ്ക്ക് വേണ്ടി കാശ് ചെലവാക്കുന്നു, അതിനോടൊപ്പം ജനക്ഷേമകരമായ എന്തൊക്കെ കാര്യമാവും ബഡ്ജറ്റിൽ ഉണ്ടാവുക. കാരണം ഈ പറഞ്ഞ കാര്യങ്ങളെല്ലാം അതുമായിട്ട് ബന്ധപ്പെട്ട് കിടക്കും.